നമസ്കാരം, നിളാവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഹരിത അംഗൻവാടികൾ, ഹരിതകർമ്മസേന യൂസർ ഫീ ഒഴിവാക്കൽ, പ്രവാസികൾക്ക് പ്രയോറിറ്റി കാർഡുകൾ, ജലം ഒഴുകട്ടെ, തോടുകൾക്ക് പുനർജനി, സ്റ്റേഡിയത്തിന് ചുറ്റുമതിൽ. തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്ജറ്റിൽ പദ്ധതികൾ ഏറെ. തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരണം തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. ജനകീയാസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി വിഭാവനം ചെയ്തതായിരുന്നു ബഡ്ജറ്റ്. കഴിഞ്ഞ വർഷം കൈവരിച്ച വികസന നേട്ടങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. തനത് വരുമാനം വർദ്ധിപ്പിക്കാനും ഫലപ്രദമായി ഫണ്ട് വിനിയോഗിക്കാനും സാധിച്ചു എന്ന ബഡ്ജറ്റിൽ വിലയിരുത്തൽ. രൂപ ആകെ റവന്യൂ ചിലവുകൾ 18,99,35,750 രൂപ. ആകെ മൂലധന ചെലവുകൾ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാനും നാളികേര കൃഷി, പച്ചക്കറി കൃഷി, ഫലവൃക്ഷ കൃഷി, ഇടവിള കൃഷി, മത്സ്യകൃഷി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും കർഷകർക്ക് ആധുനിക കൃഷിരീതി പഠിപ്പിക്കുന്നതിനും സൂക്ഷ്മ ജലസേചന പദ്ധതികൾക്കും പ്രത്യേക ഫണ്ട് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പുതിയ റോഡുകൾക്കും ഉള്ളവയുടെ അറ്റകുറ്റപ്പണികൾക്കും പ്രാധാന്യം അനുസരിച്ച് തുക വകയിരുത്തി MLA ഫണ്ട്, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഫണ്ടുകൾ എന്നിവ കൂടി ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ മേഖലയിലും വലിയ പുരോഗതി കൈവരിക്കാൻ ആകുമെന്ന് വിലയിരുത്തൽ. കുടിവെള്ള പദ്ധതികൾ, തെരുവ് വിളക്കുകൾ എന്നിവക്കും ഊന്നൽ നൽകിയിട്ടുണ്ട്. ബഡ്ജറ്റ് അവതരണത്തിൽ തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ഫൗസിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. മുനീർ, സജിത്താനാട്ട്, ശാലിനി എന്നിവർ ബഡ്ജറ്റിൻ്റെ മേലുള്ള ചർച്ചയിൽ പങ്കെടുത്തു. തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുജീബ് പൂളക്കൽ അധ്യക്ഷനായിരുന്നു. ന്യൂസ് ഡെസ്ക്, നിളാവിഷൻ, തൃപ്രങ്ങോട്.